പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകുമെന്നുറപ്പുള്ള ഒരു കൂട്ടം ആളുകളുടെ പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതിനി മുതിർന്ന നേതാവ്, ചെറിയ നേതാവ് എന്നുള്ള യാതൊരു വേർതിരിവുമില്ല. എല്ലാവർക്കും അക്കരെ പച്ചയാണ്. അതിലും രസകരം, ആരെപ്പോൾ വന്നാലും സ്വാഗതം എന്നും പറഞ്ഞ് വാതിലും തുറന്നിട്ടിരിക്കുകയാണ് BJP എന്നതാണ്. അവർ ഈ അടിപിടികളൊക്കെ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആസ്വദിക്കുന്നത്. അല്ലെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നത് മാത്രമാണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJPക്കാരുടെ പ്രധാന ഹോബി. ഏത് പാർട്ടിയിൽ ആര് തമ്മിൽ അടിയുണ്ടായാലും ആർക്ക് വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും അംഗത്വം കൊടുക്കാൻ BJP റെഡിയാണ് എന്ന് സാരം. പക്ഷേ സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന തമ്മിൽ തല്ലുകളെ കുറിച്ച് ഇവർക്കൊന്നും ഒരു വിവരമില്ലതാനും. ആരാന്നമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലി എന്നാണല്ലോ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും അടി തുടങ്ങുകയാണ്. സുധാകരനെ മാറ്റിയതും അതിനുശേഷം സുധാകരൻ ഹൈക്കമാൻഡിന് നേരെ തിരിഞ്ഞതുമെല്ലാം കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ BJPയിൽ അംഗത്വം പറഞ്ഞുറപ്പിച്ച ശശി തരൂറിന്റെ പൊറാട്ട് നാടകവും നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇപ്പോഴത്തെ അടുത്ത പുലുവാലുമായി വീണ്ടും കോൺഗ്രസ് കുടുങ്ങിയിരിക്കുകയാണ്. ഇത്തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ ആണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചുവടുമാറാൻ റെഡിയായിരിക്കുന്നത്. അതേസമയം ഷൈൻലാലിന് എപ്പോൾ വേണമെങ്കിലും അംഗത്വം കൊടുക്കാൻ റെഡിയാണെന്നും പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ സ്വതന്ത്രനായി ഷൈൻലാൽ മത്സരിച്ചിരുന്നു. 1483 വോട്ടുകളായിരുന്നു ഷൈൻ മണ്ഡലത്തിൽ നിന്നും നേടിയത്. ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും സംഘടന തിരിച്ചു നൽകുന്നത് അപമാനവും അവഗണനയും മാത്രമാണെന്നും യുവാക്കളെ പരിഗണിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഷൈൻലാൽ രാജിവെച്ചിരുന്നു. അതിനുശേഷമാണ് വറചട്ടിയിൽ നിന്നും എരിചട്ടിയിലേക്ക് എന്ന കണക്കിലുള്ള ഷൈൻലാലിന്റെ ഈ ചുവടുമാറ്റം. ഇതൊക്കെ വരാനിരിക്കുന്ന വെടിക്കെട്ടിന് മുൻപുള്ള വെറും സാമ്പിൾ മാത്രമാണെന്നാണ് പൊതുവെയുള്ള ഒരു പറച്ചിൽ. സുധാകരനെ മാറ്റിയതോടുകൂടി യൂത്ത് കോൺഗ്രസിന് വലിയ താല്പര്യമൊന്നുമില്ല കോൺഗ്രസ് ഹൈക്കമാൻഡിനോട്. യുവാക്കൾക്കിടയിൽ എന്ന് വേണ്ട ചില മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും അത്രമാത്രം താല്പര്യമുള്ള നേതാവ് തന്നെയായിരുന്നു സുധാകരൻ. മാത്രമല്ല, സുധാകരനെ മാറ്റുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കന്മാർ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് തീർച്ച. അതിന് തെളിവാണ് സുധാകരനെ മാറ്റി എന്ന വാർത്ത കേട്ട ഉടൻ കോൺഗ്രസിലെ സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് വെച്ച് നിരവധി അണികളുടെ വാർത്തകളൊക്കെ. അതേസമയം ഇത്രയൊക്കെ ആയിട്ടും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നേ ഇല്ലെന്ന മട്ടിലാണ് VD സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത്. അവർ ഇപ്പോഴും പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറ്റം പറഞ്ഞും വികസനത്തിന് വഴിമുടക്കിയും തങ്ങൾ ശരിയായ പ്രതിപക്ഷമാണെന്ന് തെളിയിക്കാൻ പെടാപ്പാട് പെടുകയാണ്. ഈ നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൽ എത്ര പേരുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം.